റിയൽ വുഡ് വർക്കിൻ്റെ അടുത്തൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അത് കൂടുതലായിട്ടും മരപ്പണിക്കാർക്ക് പ്രയോജനമായിട്ടുള്ള ഒരു വീഡിയോയാണ്. അതായത് ഒരു ഡ്രില്ല് വെച്ചിട്ട് നമുക്ക് എങ്ങനെ സ്ട്രെയിറ്റായിട്ട് ഹോൾ ഇടാമെന്നുള്ളതും. അപ്പോൾ തന്നെ നമ്മൾ പലപ്പോഴും ജനച്ചട്ടത്തിൻ്റെ മറ്റൊക്കെ തുളക്ക് വേണ്ടി നമ്മൾ ഹോളിടാറുണ്ട്, അടുപ്പിച്ച് ഹോളിടാറുണ്ട്. ആ ഹോള് പരസ്പരം കണക്റ്റ് ആകാതെ എന്നാൽ തൊട്ടടുത്തടുത്ത് തന്നെ നമുക്ക് എങ്ങനെ സ്ട്രെയിറ്റായിട്ട് ഹോളിടാമെന്നുള്ളതെല്ലാം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഹോളിടുവാൻ വേണ്ടിയിട്ട് ഈ ഡ്രില്ല് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം, നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അറിയിക്കാം. അതുപോലെ തന്നെ ചാനൽ ഇതുവരേക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒരാൾക്കെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കത് പ്രയോജനമാകുന്നെങ്കിൽ വളരെ നന്നായിരിക്കും. അതുകൊണ്ട് ഇനി നിങ്ങൾ കാർപ്പൻറ്റർമാരല്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങളുടെ പരിചയക്കാരായിട്ടുള്ള കാർപ്പൻറ്റർമാർക്ക്, മരപ്പണിക്കാർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്കെന്നാൽ ഈ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഈ ഡ്രില്ലിങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഡ്രില്ലിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തിരിക്കുന്ന ഫോം സാധാരണ ഫോമല്ല, അത് കൂടുതൽ ടെമ്പറായിട്ടുള്ള ഒരു തരം ഫോമാണ്. ആ ഫോം തന്നെ വെച്ചെങ്കിൽ മാത്രമേ ഡ്രില്ല് അനങ്ങാതെ നല്ല ഫിറ്റായിട്ട് നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ നിങ്ങൾ ഡ്രില്ല് സെറ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ ഈ ഫോം തന്നെ ഉപയോഗിക്കണം.
നമ്മളിപ്പോൾ ആ ബോക്സിൻ്റെ മുകളിൽ ഈ ഡ്രില്ലിൻ്റെ സെറ്റ് നമ്മൾ അത് 4 നെട്ടും ബോൾട്ടേലാണത് ഫിറ്റ് ചെയ്യുന്നത്. ഇതെന്തിനാണ് ഇങ്ങനെ നെട്ടും ബോൾട്ടേൽ ഫിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഡ്രില്ല് ഉയർത്താനും താഴ്ത്താനും വേണ്ടിയിട്ടാണ്. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ ഇനി മുമ്പോട്ട് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ ശ്രദ്ധയോടെ തന്നെ കാണുക. ഓക്കെ. നമ്മളിങ്ങനെ ഹോളിടുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപകടം ഒന്നും സംഭവിച്ചിട്ടില്ല. ഡേഞ്ചറായിട്ടുള്ള ഒരു വിഷയവും ഇതിൻ്റെ പിന്നിലില്ല. നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ സേഫ്റ്റിയാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ഇതേപോലെ തന്നെ നമുക്ക് ജനച്ചട്ടത്തിൻ്റെ 2.25 ഇഞ്ച് വീതിയുള്ള കഷ്ണങ്ങളും നമുക്ക് തുളച്ചെടുക്കാവുന്നതാണ്. അതുപോലെ ഡ്രില്ലിൻ്റെ ബിറ്റ് നമുക്ക് മാറ്റിയിട്ടിട്ട് നമുക്ക് എത്ര വണ്ണമുള്ളതാണെങ്കിലും ഒരുമാതിരിയൊക്കെയുള്ള എല്ലാം നമുക്ക് ഇതുപോലെ സ്ട്രേറ്റായിട്ട് ഹോളിട്ടെടുക്കാം. നമുക്ക് ഈ കട്ടറുടെയും ജനലിൻ്റെയും മറ്റൊക്കെ പടിയും മറ്റൊക്കെ നമുക്ക് ഹോളിടാം. കണ്ട ഇതുപോലെ അടുത്തടുത്ത് നമുക്ക് തമ്മിൽ പൊട്ടാത്ത രീതിയിൽ തന്നെ നമുക്ക് ഹോളിട്ടെടുക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇത് അഴിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അടിയിലിരിക്കുന്ന ആ സീറ്റ് ഇനി നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഉയർത്താം. ഈ 4 നെട്ടും ബോൾട്ടും അഴിച്ചിട്ട് അതിൻ്റെ അടിയിൽ നമുക്ക് ആവശ്യം അനുസരിച്ചുള്ള റീപ്പർ അടിയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ നെട്ടും ബോൾട്ടും മുറുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്കത് ഉപയോഗിക്കാം. കണ്ടോ, ഇപ്പോൾ ഞാനൊരു 3/4 ഇഞ്ചിൻ്റെ ഒരു റീപ്പറാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അതിൻ്റെ വീതി 1.25 ഉണ്ട്. ഇനി വേണമെങ്കിൽ 1.25 ഇഞ്ച് പൊക്കണമെങ്കിൽ 1.25 ഇഞ്ച് പൊക്കാം. അതല്ല 2 ഇഞ്ച് പൊക്കണമെങ്കിൽ 2 ഇഞ്ച് പൊക്കാം. നെറ്റിൻ്റെ നീളം എത്രയുണ്ടോ അതനുസരിച്ച് നമുക്ക് ഹൈറ്റ് കൂട്ടാൻ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിന് ഒരാൾക്കെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ഒന്ന് ചെയ്തേക്കണം. അതുപോലെ ഞങ്ങൾ മുൻപേ ഇട്ടിരിക്കുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ ഞങ്ങൾ ഇനി ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.